കോൺഗ്രസും പെട്ടി നിറയെ കാശും എന്നൊരു പ്രയോഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ട് ഏതാണ്ട് 3 പതിറ്റാണ്ടുകൾ 30 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 1991 നരസിംഹറാവു സർക്കാരാണ് സൂട്ട് കേസിൽ 1 കോടി രൂപ കൈക്കൂലി വാങ്ങി എന്ന ഒരു ആരോപണം ആദ്യമായി നേരിടുന്നത്. അതിനു മുമ്പ് നിരവധി അഴിമതി ആരോപണങ്ങൾ പല സർക്കാരുകൾക്കെതിരെ വന്നിട്ടുണ്ടെങ്കിലും 91 കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിയിരുന്ന കോൺഗ്രസ് ചില എം പിമാരെ വിലക്കെടുത്ത് ഭൂരിപക്ഷം ഉണ്ടാക്കി നാട് ഭരിക്കാൻ ആരംഭിച്ചു. അന്ന് ഒരു വലിയ കുഴൽപ്പണ കള്ളക്കടത്ത് ശൃംഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ഹവാല ഇടപാട് നടന്നു എന്നൊരു കേസ് ഉണ്ടായി. ആ കേസിൽ ഓഹരി ദല്ലാളായ ഹർഷത് മേത്ത പ്രതിയാവുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളിൽ നിന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട ചിലരിൽ നിന്ന് അന്നത്തെ കോൺഗ്രസ് ACC അധ്യക്ഷനും പ്രധാനമന്ത്രിയുമായ ശ്രീ നരസിംഹറാവു 1 കോടി രൂപ സൂട്ട് കേസിൽ കൈക്കൂലിയായി വാങ്ങി എന്നതായിരുന്നു ആരോപണം. അത് കോൺഗ്രസ് പാർട്ടിക്ക് നൽകിയ സംഭാവനയാണ് എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും അന്ന് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായി. അന്ന് BJP നേതാവ് LK അദ്വാനിയുടെ പേരും പരാമർശിക്കപ്പെട്ടു. ഈ ഓഹരി ദല്ലാൾമാരുടെ ഡയറിയിൽ LK എന്നൊരു പേര് ഉണ്ട് എന്നൊരു, പല പേരുകളുടെ കൂട്ടത്തിൽ LK എന്നൊരു പേരുണ്ട്, ലാൽ കൃഷ്ണ എന്നൊരു പേരുണ്ട്. അത് LK അദ്വാനിയാണ് എന്ന ആരോപണം ഉയർന്നു. അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ രാജ്യസഭാ MP സ്ഥാനം രാജിവെക്കുകയും അന്വേഷണത്തിന് വിധേയനാകുകയും ചെയ്തു. അന്ന് അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു, ഞാൻ പരിപൂർണമായും എൻ്റെ സത്യസന്ധത അഗ്നിശുദ്ധി വരുത്തി തെളിയിച്ച ശേഷം മാത്രമേ പാർലമെന്റിന്റെ പടി ചവിട്ടുള്ളൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അന്വേഷണം നടന്നു. ആ LK ലാൽ കൃഷ്ണ അദ്വാനി അല്ല എന്ന അന്വേഷണത്തിൽ കണ്ടെത്തുകയും അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെടുകയും ചെയ്തു. തികഞ്ഞ ശുദ്ധിയോടുകൂടി, അഗ്നിശുദ്ധിയോടുകൂടി അദ്ദേഹം തിരിച്ച് പാർലമെന്റിലേക്ക് ജനാധിപത്യത്തിലൂടെ മത്സരിച്ച് ജനങ്ങളുടെ വോട്ട് നേടി ജയിച്ച് പാർലമെന്റിൽ എത്തുകയും ചെയ്തു. പിന്നീട് ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ വരെ ആകുകയും ചെയ്തു. ഇപ്പോഴത്തെ വിവാദം അതൊന്നുമല്ല. പഞ്ചാബിൽ നിന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് നവജ്യോത് സിംഗ് സിദ്ധു. അദ്ദേഹം നേരത്തെ BJPയിലായിരുന്നു. BJPയിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം കോൺഗ്രസിലെത്തി. അദ്ദേഹത്തിൻ്റെ പത്നി നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ കോൺഗ്രസിനെ വീണ്ടും പുലിവാല് പിടിപ്പിച്ചിരിക്കുന്നത്. സിദ്ധുവിൻ്റെ ഭാര്യയെ പഞ്ചാബ് കോൺഗ്രസ് നേതൃത്വം പുറത്താക്കി പാർട്ടിയിൽ നിന്ന്. സംഭവം എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. ഈ പഞ്ചാബ് PCCയുടെ മുൻ അധ്യക്ഷൻ കൂടിയാണ് നവജ്യോത് സിംഗ് സിദ്ധു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ നവജ്യോത് കൗർ സിദ്ധു ആണ് പുറത്താക്കപ്പെട്ടത്. അത് ഇപ്പോഴത്തെ PCC അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജ വാരിംഗ് ആണ് ഇവരെ പുറത്താക്കിയത്. കാരണം ഇവരുടെ ഒരു പരാമർശമാണ്. സിദ്ധു മുഖ്യമന്ത്രിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് അവർ പറഞ്ഞത് 500 കോടി രൂപ അടങ്ങിയ സൂട്ട് കേസ് നൽകാൻ ഞങ്ങൾക്ക് കഴിവില്ല, അതുകൊണ്ട് സിദ്ധുവിന് പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല എന്നായിരുന്നു അവർ പറഞ്ഞത്. എന്തായാലും ഇത് വലിയ വിവാദമായി. കോൺഗ്രസ് സീറ്റ് കൊടുക്കുന്നത് തന്നെ സ്ഥാനാർത്ഥികളിൽ നിന്ന് പണം വാങ്ങിയാണ് എന്ന ആക്ഷേപം വളരെ ശക്തമാണ്, വ്യാപകമാണ്. MP സീറ്റിന്, MLA സീറ്റിന് ഒക്കെ കോൺഗ്രസ് കൃത്യമായി പണം വാങ്ങാറുണ്ട് എന്നാണ് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയ പലരും ആരോപിക്കുന്നത്. എന്നാൽ പുറത്തായ ഇവർ കോൺഗ്രസിനെ കരിവാരിത്തേക്കാൻ വേണ്ടി ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്നാണ് ഹൈക്കമാൻഡിന്റെ ഭാഷ്യം. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്ന കോൺഗ്രസിന്റെ പഞ്ചാബ് PCC മുൻ അധ്യക്ഷൻ കൂടിയായ നവജ്യോത് സിംഗ് സിദ്ധു, അദ്ദേഹം വലിയ പേരുകേട്ട ക്രിക്കറ്ററാണ്, നമുക്കറിയാം. ആ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ നവജ്യോത് കൗർ ആണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്ഷേപം, ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് 500 കോടി രൂപ അടങ്ങിയ സൂട്ട് കേസ്
കൊടുക്കാൻ ശേഷിയുള്ളവർക്ക് മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കഴിയുകയുള്ളൂ എന്നാണ് ഡോക്ടർ നവജ്യോത് കൗർ പറയുന്നത്. ഇത് വിവാദമായതോടുകൂടി അവർ ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നു. എൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചിരിക്കുകയാണ്, ഞാൻ ഇങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, കോൺഗ്രസ് നേതൃത്വം ഞങ്ങളോട് പണം ആവശ്യപ്പെട്ടിട്ടില്ല എന്നൊക്കെ അവർ വിശദീകരിച്ചു. സിദ്ധു ഏതെങ്കിലും പാർട്ടിയുടെ മുഖ്യമന്ത്രി മുഖമാകുമോ എന്ന ചോദ്യത്തിനാണ് അവർ മറുപടി പറഞ്ഞത് എന്ന് ഓർക്കണം. എന്തായാലും ഈ വിവാദം കൊടുമ്പിരി കൊണ്ടതോടെ കോൺഗ്രസ് നേതൃത്വത്തിന് ഇവർക്കെതിരെ നടപടിയെടുക്കാതിരിക്കാൻ കഴിയില്ല എന്ന് വന്നു. അതുകൊണ്ട് നടപടിയെടുക്കുകയും അവരെ പുറത്താക്കുകയും ചെയ്തു. എന്തായാലും കോൺഗ്രസിന് പിന്തുടർന്നു വരുന്ന പണപ്പെട്ടി രാഷ്ട്രീയത്തിന്റെ വൃത്തികെട്ട മുഖമാണ് പുറത്തായതെന്ന് BJPയും ആം ആദ്മി പാർട്ടിയും ആരോപിച്ചിട്ടുണ്ട്. അത് വളരെ ശരിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ വലിയ ചർച്ച പഞ്ചാബിൽ നടക്കുകയാണ്. പഞ്ചാബിൽ സമീപകാലത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. 2027 തെരഞ്ഞെടുപ്പ് നടക്കും. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എങ്ങനെയും അധികാരത്തിൽ തിരിച്ചെത്തണം എന്ന ലക്ഷ്യത്തോടു കൂടി വലിയ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ആ പ്രവർത്തനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നതാണ് കൗറിൻ്റെ പരാമർശം. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, കോൺഗ്രസ് വലിയ ഒരു വിവാദ ചുഴിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇതുപോലെ 500 കോടി രൂപയുടെ സൂട്ട് കേസ്, 500 കോടി രൂപ നിറച്ചിരിക്കുന്ന സൂട്ട് കേസ് കൊടുക്കാൻ കഴിയുന്ന ഒരാളിന് മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കഴിയുകയുള്ളൂ എന്നാണ് ഈ സംഭവത്തിലൂടെ ആരോപിക്കപ്പെടുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, MLA-മാർ കൂടിച്ചേർന്ന് ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ പേര് നിർദ്ദേശിക്കുകയല്ല, മറിച്ച് ഹൈക്കമാൻഡ് ഒരു മുഖ്യമന്ത്രിയെ നൂലിൽ കെട്ടി താഴോട്ട് ഇറക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഈ ആരോപണം തെളിയിക്കുന്നു. ഇതിന് മറുപടി പറയാൻ കോൺഗ്രസ് ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും. തീർച്ചയാണ് അവരെ സംബന്ധിച്ച് പെട്ടെന്നൊന്നും പഞ്ചാബിൽ ഉയർന്നു വന്ന ഈ ഒരു വിവാദം തണുപ്പിക്കാൻ കഴിയില്ല എന്ന് തീർച്ചയാണ്. ഇത് പഞ്ചാബിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ അനുരണനങ്ങൾ എത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിനെ, അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തെ ഒക്കെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സംഭവമാണ്, ഒരു വിവാദമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.